സമരനായകന് വിട. മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ അന്തരിച്ചു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സകല നേതാക്കളടക്കം VSനെ സന്ദർശിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയ വാർത്തകളടക്കം കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. നിലവിൽ VS അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 102 വയസ്സായ അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ അന്തരിച്ചിരിക്കുന്നത്. SUT ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. അനാഥകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ് VS അച്യുതാനന്ദൻ. സാധാരണക്കാരുടെ ശബ്ദമായി ദാരിദ്ര്യത്തോടും അനീതികളോടും നിരന്തരം പോരാടിയ ജീവിതമാണ് VSനുള്ളത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തേക്ക് അറിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് VSൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി മാറിയത്. ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും ഒപ്പം പാർട്ടി നേതാക്കന്മാരെയും ഈ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള ആളുകൾ SUT ആശുപത്രിയിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. അത്ര അതീവ ഗുരുതരമായിരുന്നു. കഴിഞ്ഞ 23-ാം തീയതിയാണ് VS അച്യുതാനന്ദനെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് തന്നെ അതീവ ഗുരുതരമായിരുന്നു ആരോഗ്യനില. അതിനുശേഷം ഓരോ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഇറക്കുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് അതീവ ഗുരുതരമാണെന്നുള്ള വിവരം പുറത്തേക്ക് അറിയുന്നത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ ബോർഡ് യോഗങ്ങൾ ഉണ്ടായിരുന്നു. മെഡിക്കൽ ബോർഡ് യോഗങ്ങളിലൊക്കെ അതീവ ഗുരുതരം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വൃക്കയ്ക്കും ഒപ്പം ഹൃദയത്തിനുമൊക്കെ വലിയ തരത്തിൽ അണുബാധ ഉൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ അതീവ ഗുരുതരം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ മെഡിക്കൽ ബുള്ളറ്റിൻ ഒന്നും തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ അറിയിപ്പ് CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. അങ്ങനെ വിപ്ലവ സൂര്യൻ 102-ാമത്തെ വയസ്സിൽ കേരളത്തെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും തൻ്റെ രാഷ്ട്രീയം തുടങ്ങിവെച്ച VS അച്യുതാനന്ദൻ പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും വളരെ വേഗത്തിൽ കത്തിപ്പടരുന്ന ഒരു നേതാവായി മാറുകയായിരുന്നു. ഏറ്റവും അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ആരോഗ്യനില വഷളാകുന്ന സമയത്ത് വരെ അദ്ദേഹം ഈ ആശുപത്രിയിൽ എത്തുന്നതിന് 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിൽ രോഗബാധ ഉണ്ടായി. വീട്ടിൽ തന്നെ ആയിരുന്നു. പുറത്ത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരെയും കയറിക്കാണുന്നതിനുള്ള അനുമതി അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ എത്തുന്നതും. ആ 1 വർഷത്തിന് മുമ്പ് വരെ VS പ്രസംഗവേദികളിൽ സജീവമായിരുന്നു. ഒപ്പം ഉപതെരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ തന്നെ വലിയൊരു ജനാവലി എത്തിച്ചേർന്നിരുന്നു. കേരളത്തിൽ നടന്ന ഒട്ടുമിക്ക സമരങ്ങൾക്കും ഒട്ടുമിക്ക പോരാട്ടങ്ങൾക്കും ഇടതുമുന്നണിയിലെയും CPMൻ്റെയും സമര പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്ന വിപ്ലവ സൂര്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. അത്രയധികം മലയാളത്തെ സ്നേഹിച്ച മലയാളത്തിലെ ഓരോ ആളുകൾക്കൊപ്പവും കേരളത്തിൻ്റെ ഓരോരുത്തർക്കൊപ്പവും VSൻ്റെ പോരാട്ട വീര്യമുണ്ടായിരുന്നു. എവിടെ അനീതിയുണ്ടോ അവിടെയൊക്കെ VS എന്ന് പറയുന്ന വിപ്ലവ സൂര്യനെത്തുമായിരുന്നു. അദ്ദേഹം പങ്കെടുത്ത സമരങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന സമരങ്ങൾ ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പാർട്ടിക്ക് ഒപ്പവും പാർട്ടിയിൽ നിന്നും മാറി നിന്നുമൊക്കെ സമരം ചെയ്ത വിപ്ലവ സൂര്യനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി മാറിയത്. അതിന് തൊട്ട് മുമ്പ് വരെ ഇന്ന് ഉച്ചവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതവസ്ഥയിലായിരുന്നോ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. കാരണം 2 ദിവസം മുമ്പ് വരെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മെഡിക്കൽ ബുള്ളറ്റിൻ ഇല്ലായിരുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനും അന്ന് പറഞ്ഞിരുന്നത്
നേരിയ അണുബാധയും ഒപ്പം വൃക്കകളുടെ പ്രവർത്തനത്തിനായി ഡയാലിസിസുമൊക്കെ തുടരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി ഉച്ചയ്ക്ക് ശേഷം മാറുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തുന്നു. ഒപ്പം മുതിർന്ന CPM നേതാവായ എസ് രാമേന്ദ്രൻ പിള്ള, അതുകൂടാതെ MP ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ CPM-ൻ്റെ നേതാക്കന്മാരെല്ലാം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അർജുന ആ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഒരു മാസ സമയമാണ് VS ആശുപത്രിയിലുണ്ടായിരുന്നത്. ഒരു മാസവും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ, തൊഴിലാളികൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയ്ക്കും അദ്ദേഹത്തിൻ്റെ മടങ്ങിവരനും വേണ്ടി കാത്തിരുന്നവരാണ്. അത്രയധികം മലയാളികൾ സ്നേഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. അർജുന. ബിനോയ്, ഒരു മാസത്തെ വലിയ പോരാട്ടത്തിന് ശേഷം മരണത്തോട് VS ധൈര്യപൂർവ്വം ലാൽ സലാം പറഞ്ഞിരിക്കുന്നു. ആ ലാൽ സലാം എന്ന് പറയുന്നത് മരണത്തിന് കീഴടങ്ങലല്ല, മരണം എന്ന ഭൗതികവാദ യാഥാർത്ഥ്യത്തെ ഒരു വിപ്ലവ നായകൻ എങ്ങനെയാണോ അംഗീകരിക്കേണ്ടത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങേയറ്റം ശാസ്ത്രാധിഷ്ഠിതമായ മരണത്തെ, ഭൗതികവാദപരമായ മരണത്തെ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, ആ അർത്ഥത്തിൽ മരണത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ലാൽ സലാം പറഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഈ നിമിഷം വരെയും ജീവിച്ചിരുന്ന VS എന്ന രണ്ടക്ഷരം ഈ നിമിഷം മുതൽ ഓർമ്മ ആകുന്ന രണ്ടക്ഷരമായിട്ട് മാറുന്നു. ഇന്ന് വൈകിട്ട് 3:20 മുതൽ VS എന്ന് പറയുന്നത് അർത്ഥദീപ്തവും രണദീപ്തവുമായ രണ്ട് ചുവന്ന അക്ഷരങ്ങളുടെ ഓർമ്മകളായി നമ്മുടെ മുന്നിലേക്ക് ഉദിച്ചുയർന്നു നിൽക്കുന്നു. അത് ജീവിതത്തിൻ്റെ അസ്തമനമാണെങ്കിലും ഓർമ്മയിൽ, കേരള രാഷ്ട്രീയത്തിൽ, വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ, പോരാട്ടത്തിൻ്റെ അണയാത്ത ചരിത്രത്തിൽ അത് ഉദയം തന്നെയാവുന്നു. ഒരു വ്യക്തിയുടെ മരണം ചരിത്രത്തിൻ്റെ ഉദയമായിട്ട് മാറുന്ന അത്യപൂർവ സന്ദർഭത്തിനാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട് അതോടെ 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന് തുടർന്ന് ജീവിക്കാനായി തയ്യൽ തൊഴിലാളിയായ ശേഷം ആസ്പിൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായി പ്രവർത്തിച്ച് ചെറുകാലി കായൽ വരമ്പത്ത് കർഷക തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് കർഷക പ്രസ്ഥാനം രൂപീകരിച്ച് കർമ്മമണ്ഡലം വിശാലമാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നീടുള്ള വളർച്ച കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിപ്ലവകരമായ വളർച്ചയുടെ ചരിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ നിമിഷം മുതൽ VS എന്ന രണ്ടക്ഷരം ഓർമ്മയിലെ രണദീപ്തമായ രണ്ടക്ഷരമായിട്ട് മാറുന്നു. 101 വയസ്സ് എന്ന് പറയുന്ന 101 എന്ന് നമ്മൾക്ക് നിരത്തി വയ്ക്കാവുന്ന ആ 3 അക്ഷരത്തിൽ 3 അക്കങ്ങളിലുള്ള ആ ഒരു നൂറ്റാണ്ടും ഒരു വർഷവും ജീവിച്ച രാഷ്ട്രീയ വ്യക്തിജീവിത അനുഭവ സമ്പത്തിന് ഈ നിമിഷം മുതൽ വിരാമമാകുന്നു. അത് രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്കും പോരാട്ടങ്ങളുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകമായി ചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഈ വേർപാടിൻ്റെ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത്. വി കൃഷ്ണപിള്ള എന്ന ഐതിഹാസികമായ വിപ്ലവ വീര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉപദേശമനുസരിച്ച്